നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നമുക്ക് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് വിവാദങ്ങളും ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ കത്തി നിൽക്കുന്നത് നമുക്കറിയാം, ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ആയതുകൊണ്ടായിരിക്കാം മമ്മൂട്ടിയുടെ പേര് വീണ്ടും ഉയർന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വന്നു. എല്ലാ കാലവും എനിക്ക് തോന്നില്ല. അതായത് മമ്മൂട്ടിയെ ഇപ്പം ഇപ്പം കുറേ പേര് വർഗീയവാദി എന്ന രീതിയിൽ ലേബൽ കൊടുക്കുന്നു, അങ്ങനെ കൊടുക്കുന്നു. ആ രീതിയിൽ വലിയ രീതിയിൽ ഇപ്പം മമ്മൂട്ടിയുടെ പേര് ഇപ്പം വലിയ രീതിയിൽ പരാമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, അതിനകത്ത് എല്ലാ സിനിമ എപ്പോഴെങ്കിലും ഒരു മമ്മൂട്ടി സിനിമ വരുമ്പോൾ അപ്പോഴൊക്കെ ഒരു മമ്മൂട്ടിയുടെ പേര് വെച്ചൊരു വിവാദം ഉണ്ടായിരിക്കും. അത് ഞാൻ നിരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സമയത്തായിരുന്നു കസബ സിനിമ റിലീസായിട്ട് ബന്ധപ്പെട്ടായിരുന്നു സ്ത്രീകൾ അതുപോലെ അത് ഇടയ്ക്ക് ഒരു സംഭവം, അടുത്തൊരു പ്രൊമോഷൻ ഭാഗമായിട്ടാണ് ജൂഡ് ആന്റണി ജോസഫിന്റെ തലയിൽ മുടിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പരാമർശം. ഇതൊക്കെ സത്യം പറയാം സാധാരണ രീതിയിൽ വിവാദമാക്കേണ്ട കാര്യങ്ങളല്ല. പക്ഷെ അദ്ദേഹത്തിന് എപ്പോഴും വിവാദങ്ങളിലേക്ക് എത്തിക്കുന്ന കുറച്ച് പേരുണ്ട്. നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ പ്രധാനപ്പെട്ട ഒരു എയിമായിട്ട് വരുന്നത് മമ്മൂട്ടി എന്നൊരു വിഷയത്തിലേക്കല്ല. ആ ഒരു രീതിയിൽ വ്യതിചലിച്ച് വിഷയം അതാണ് അതിന്റെ കാര്യം. ശരത്ത് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് സിനിമ ഇറങ്ങുമ്പോൾ ഒരു സിനിമയുടെ പ്രൊമോഷനെ ബന്ധപ്പെട്ടൊക്കെ ഒരു പക്ഷേ സിനിമയുടെ അണിയറ പ്രവർത്തകരിലൊക്കെ ഉണ്ടാക്കുന്ന വിവാദങ്ങളൊക്കെ തന്നെ ആകാം, സിനിമയിൽ അതൊക്കെ സംഭവിക്കണം. പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ CPM ആണ് ഇതിനെ എടുത്ത് അവരുടെ സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി. കാരണം ഇത് പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും, നമ്മുടെ മറുനാടൻ മലയാളി തന്നെ വന്ന മുഹമ്മദ് ഷർഷാദ് എന്ന് പറയുന്ന ഒരു പ്രവാസി വ്യവസായ ന്യൂമാഹി സ്വദേശിയായ അദ്ദേഹം നമുക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ, നമ്മുടെ ചീഫ് എഡിറ്റർ ഷാൻസ് കറിയമായി നടത്തിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളാണ് പറഞ്ഞത്. അതിൽ ഒരിടത്തും മമ്മൂട്ടിയെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുന്നതേയില്ല. അദ്ദേഹം അതിൻ്റെ സഹധർമ്മിണി ഒരു സിനിമ സംവിധായകനാണ്. അദ്ദേഹം സിനിമ നിർമ്മിച്ച അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ സിനിമയുടെ കണ്ടൻറ്റുമായി അദ്ദേഹത്തിന് യോജിപ്പില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു. പക്ഷേ എന്ന് വെച്ച് ഇത് പർപ്പസായി ഇങ്ങനെ വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി സിനിമയാണെന്നൊന്നും അദ്ദേഹം ഒന്നും പറയുന്നില്ല. മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്നത് പോലും അദ്ദേഹം പാസീവായി പറയുന്നേ ഉള്ളൂ. മമ്മൂട്ടി ഇതിൽ ഇടപെട്ടില്ല എന്ന രീതിയിലെന്തോ അദ്ദേഹം പറയുന്നതേ ഉള്ളൂ. അതല്ലാതെ അദ്ദേഹം വേറൊന്നും പറയുന്നില്ല. പക്ഷേ ഈ അഭിമുഖത്തിലുടനീളം ഒരു പക്ഷേ വിവാദമായി മാറേണ്ടിയിരുന്നത് വേറൊരു കാര്യമാണ്. ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന CPM നേതാക്കളുടെ നീണ്ട പട്ടിക, അദ്ദേഹത്തിൻ്റെ ചില സാമ്പത്തിക പ്രശ്നങ്ങളെ ബന്ധപ്പെട്ട് അത് പരിഹരിക്കാനായി ഇറങ്ങിയപ്പോൾ, ഇദ്ദേഹത്തിന് നല്ല CPM നല്ല ബന്ധങ്ങളുള്ളൊരു വ്യവസായിയാണ് അദ്ദേഹം. ഇറങ്ങിയപ്പോഴാണ് ഈ പല നേതാക്കന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു ബന്ധങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞാൽ ദല്ലാൾ ബന്ധം എന്ന് തന്നെ പറയുന്ന രീതിയിലേക്ക്, നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഒരാളെ ദല്ലാളെന്ന് വിളിക്കാറുണ്ട് സാധാരണ. ഇപ്പോൾ ദല്ലാളന്മാരെ കേരളത്തിൽ ഉള്ളോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തമായ സൂചന ആണ് ആ അഭിമുഖത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പക്ഷേ അത് തന്നെ നമ്മൾ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അത് ടെലികാസ്റ്റ് ചെയ്തതുപോലെ, കാരണം അത് ചിത്രീകരിച്ചതിന് മുമ്പായിരുന്നെങ്കിൽ പോലും, കാരണം അതൊരിക്കലും നമ്മൾ രാഷ്ട്രീയപരമായി ദുരുപയോഗപ്പെടുത്താനൊന്നും വേണ്ടിയായിരുന്നില്ല. അതുകൊണ്ടാണ് അതിന് ശേഷം ഇക്കാര്യം ഈ അഭിമുഖം തന്നെ പോയത്. എന്നിട്ട് പോലും അതിൽ കുറ്റം കണ്ടുപിടിക്കുന്ന ഇത് വളരെ ഇതൊരു എന്താണ് പറയുക, ഇവർ തന്നെ പറയാറുള്ള ഗീബൽസ്യൻ തന്ത്രം എന്ന് പറയില്ലേ, കറക്റ്റ് ഗീബൽസ്യൻ തന്ത്രമാണിത്. സത്യം പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ നമ്മളൊരു എന്താ പറയുക, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതിൽ 100% വിജയമാണ് ഇവരുടെ ഒരു ആൾക്കാർ ഗ്യാങ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ അവരെ കണ്ട് മാതൃകയാണ്. കാരണം ഇപ്പൊ എത്ര ചെറ്റത്തരങ്ങളായാലും പോലും അവർ കൊണ്ടുവരുന്ന ഒരു രീതി അത്ഭുതപ്പെടുത്താണ്. കാരണം അവരുടെ കാരണം ആ രീതിയിലാണ് അവർ ഇതാണ്. നമുക്ക് ഇതിനകത്ത് കുറെ ലക്ഷ്യങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട അവരുടെ ശത്രുക്കൾ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം അവർക്ക് മമ്മൂട്ടിയെ സംരക്ഷണം എന്നുള്ള രണ്ടാമത്തെ കാര്യമായിരിക്കും. അതിനേക്കാളും വലിയ ഉപരിയായിട്ടുണ്ടായിരുന്നത് തന്റെ ഇപ്പം ഈ പ്രമുഖനായ ഒരു അയാളുടെ മകന്റെ സംരക്ഷണം ഒരുക്കുക, അയാളുടെ തെറ്റുകൾ അവിടെ നിന്ന് മറങ്ങി പോകുക. എല്ലാത്തിനും ഉപരിയായിട്ട് അവരുടെ കണ്ണിൽ കരടായി കാണുന്ന, എല്ലാ കാലവും അവരുടെ ശത്രുവായിട്ട് കാണപ്പെടുന്ന ഷാജൻ സ്കറിയ എന്ന ആളിനെ വീണ്ടും എന്താ പറയാനാണ് ഒറ്റപ്പെടുത്തുക. ഇതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. കാരണം ഇത് പണ്ട് പറയുമല്ലേ, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന 3-4 പക്ഷി കൃത്യമായിട്ട് അവർ കൊണ്ടുവന്ന് തന്നെ കറക്റ്റായിട്ട് നടക്കുകയും ചെയ്തു. ഇതിനിടെ കൂടെ സിനിമയ്ക്കും അത്യാവശ്യം പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിലൂടെ മമ്മൂട്ടി കിട്ടുന്ന സ്വീകാര്യത നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, അദ്ദേഹത്തിന് കിട്ടേണ്ടതില്ല. പക്ഷെ സിനിമയ്ക്ക് കിട്ടിയ സ്വീകാര്യത അത്രയും വലുതാണ്. എല്ലാം കൂടെ കൊണ്ട് തന്നെ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ. മാത്രമല്ല ഇതിനകത്ത് നമുക്ക് എപ്പോഴും അറിയാം, മമ്മൂട്ടി ഫാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും മനസ്സിലുള്ളതാണ് മമ്മൂട്ടി. കാരണം ഇപ്പൊ പണ്ടത്തെ പോലെ ഇപ്പം മോഹൻലാൽ മമ്മൂട്ടി ഫാൻ ഫൈറ്റ് ഒന്നും അങ്ങനെയില്ല. കാരണം ഇപ്പൊ സിനിമകളെ സ്നേഹിക്കുന്നവരാണ് അധികവും. ഇപ്പൊ എനിക്ക് തന്നെ തോന്നുന്നു, ഇപ്പൊ നമ്മുടെ ഷാൻസ് കറിയ സാറായ പോലും അദ്ദേഹം പോലും സിനിമയെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അവിടെ മമ്മൂട്ടി മോഹൻലാൽ എന്ന ഒരു വേർതിരിവ്, സിനിമ നല്ലതാണെങ്കിൽ അദ്ദേഹം ഇത് പറയട്ടെ. എനിക്ക് തോന്നുന്നു ഈ മറുനാടൻ മലയാളിയിൽ അധികം സിനിമാ ചർച്ചകൾ വന്നിട്ടില്ലെങ്കിൽ പോലും ഇത്തവണത്തെ മലയാള സിനിമയുടെ ഒരു മുന്നേറ്റത്തെ കുറിച്ചും അത് മമ്മൂട്ടി നയിച്ച, ഇപ്പൊ നമുക്കറിയാം കണ്ണൂർ സ്ക്വാഡിലേക്കുള്ള നയിച്ച, അതുപോലെ ബ്രഹ്മയുഗമൊക്കെ നടത്തിയ ഒരു മുന്നേറ്റത്തെ കുറിച്ച് പരാമർശിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്.
അദ്ദേഹത്തിന് എന്തെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പറയേണ്ട ആവശ്യമില്ല. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരൊരാൾ തന്നെയാണ്, ഒരു സംശയം ഉണ്ടാക്കാറ്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഈ രീതി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആളുമല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ലല്ലോ, അദ്ദേഹം ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, അദ്ദേഹത്തിന്റെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചു എന്ന് പറയുന്നത് അവർ പറഞ്ഞത് ഇതൊന്നും ഇഗ്നോർ ചെയ്തു, കാരണം ഇതൊന്നും ടോപ്പിക് ആക്കുന്നില്ല. സാധാരണ ജനങ്ങളും ഇങ്ങനെയാണ്, കാരണം ഇത് വിഷയമാക്കേണ്ടതില്ല. കാരണം മമ്മൂട്ടി എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിനെ കുറിച്ച് വീണ്ടും ചർച്ചകളൊന്നും വരുത്തേണ്ട ആവശ്യം, കാരണം ഇത് കാലങ്ങളോളം കേട്ടിരുന്ന പയ്യാണ് അദ്ദേഹം. കാരണം ഇത് അദ്ദേഹം ഇതിപ്പോ ഈ ഒരു ഇന്റർവ്യൂയിലൂടെ അല്ല, ഇത് വർഷങ്ങളോളം അദ്ദേഹം കേട്ട് വന്നുകൊണ്ടിരുന്നത്. കാരണം അദ്ദേഹം വലിയ മഹാനടനാണെങ്കിൽ പോലും ഈ ഒരു പല രീതിയിലുള്ള ഈ ഒരു ആരോപണങ്ങളെല്ലാം പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് അത് മുഖവിലേക്ക് എടുക്കുന്നില്ല ഒരു കാര്യം. അതാണ് ഇവിടെ ഒരു വീണ്ടും ഒരു ചർച്ചയാക്കുമ്പോൾ അദ്ദേഹം ഇഗ്നോർ ചെയ്യുന്നു. പക്ഷേ ഇത് പാർട്ടി വിടുന്നില്ല, അവർക്കിത് എങ്ങനെയും ഈ ഒരു വിഷയം കത്തിക്കണം, അതിലൂടെ അവരുടെ കാര്യങ്ങൾ മറയണം, ആ രീതിയാണ്. ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നത്, ഒരുപക്ഷെ ശ്രീ മമ്മൂട്ടിക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതൊരു പ്രശ്നമല്ലാന്നൊരു പറഞ്ഞാൽ മതിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ പാർട്ടി അദ്ദേഹത്തെ വെച്ച് മുതലെടുക്കുകയാണ് എന്നുള്ളൊരു അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരിക്കാം. അദ്ദേഹം CPM-ൻ്റെ നേതൃത്വത്തിലുള്ള കൈരളി ചാനലിൻ്റെ ചെയർമാൻ കൂടിയാണല്ലോ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം എന്തെങ്കിലും ഇത് പറയുന്നതല്ലായിരിക്കും തോന്നുന്നു. കാരണം ഇതൊന്നും കാര്യമില്ല, ഞാൻ ഇതിനെ കണക്കാക്കുന്നില്ല എന്ന് പരസ്യമെന്ന് പ്രതികരിക്കുന്ന സത്യം നല്ലതാണെന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. അല്ല, പറഞ്ഞാൽ അത് നല്ലതായിരിക്കില്ല എന്ന് തോന്നുന്നുണ്ട്. അല്ല, പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം മമ്മൂട്ടി എപ്പോൾ വാ തുറന്നാലും അത് വിവാദമാക്കാൻ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മുടെ ഒരു ചീഫ് എഡിറ്ററിന്റെ വായിൽ നിന്ന് പോലും വീണിട്ടില്ലാത്തൊരു കാര്യത്തിലാണ് ഇത്രയും വലിയ വിവാദം ഉണ്ടാക്കിയത്. നമുക്കറിയാം, മമ്മൂട്ടിയുടെ വിവാദങ്ങൾ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കും. ഓരോ സിനിമ ഇറങ്ങുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സമയത്ത് നേരത്തെ ഇതാണെങ്കിൽ ഒരു ഇപ്പം ബോഡി ഷേമിംഗ് എന്ന് പറയുമ്പോൾ പരാജയപ്പെടുത്തി, അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെ ഓരോ വാക്കും അളന്നു മുറിച്ച് നിൽക്കാൻ അദ്ദേഹത്തിന് ചോര കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. അത് ചിലപ്പം തീവ്രമായി അദ്ദേഹത്തെ ആരാധിക്കുന്ന ഫാൻസ് പോലും. കാരണം അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഇപ്പം സമുദായത്തെ സ്നേഹിക്കുന്നവർ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ആയുധത്തിലേക്ക് കടക്കാതിരിക്കാൻ മമ്മൂട്ടി ശ്രദ്ധിക്കുന്നത്. അതിനെ കൃത്യമായിട്ടില്ല, കാരണം ഇത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതിന് ഏറ്റവും നല്ല അദ്ദേഹത്തിൻ്റെ മഹത്വമാണ് തീർച്ചയായും. അത് ഇഗ്നോർ ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. ഇത് പക്ഷേ ഈ പാർട്ടി ഇത് കാരണം ഇതിൽ ഈ നമുക്ക് ഇവിടെ നമ്മൾ അഭിമുഖത്തിനായി വന്ന അദ്ദേഹം സർഷാദ് പറഞ്ഞ കഥകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതിൽ ഒരു നേതാവിൻ്റെ മകൻ മാത്രമല്ല, ഒരുപാട് നേതാക്കൾ ഉൾപ്പെടുന്നു. ഒരു വടക്കൻ മലബാറിലെ ഒരു വ്യവസായി ഉൾപ്പെട്ട ഒരു പെണ്ണുകേസിൻ്റെ വിഷയത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി നേതാവിൻ്റെ കുടുംബാംഗങ്ങൾ ഇടപെടുന്നു. അവർ അതിന് കാശ് വാങ്ങിക്കുന്നു, പിന്നെ അത് തിരിച്ചു കൊടുക്കാതെ വരുന്നു, ആ കേസ് നടക്കാതെ വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഒത്തുതീർപ്പ് കാര്യങ്ങൾക്ക് വേണ്ടി രാജകൃഷ്ണ എന്ന് പറഞ്ഞ ലണ്ടനിലുള്ള ഒരാൾ വരുന്നു. അപ്പോൾ അയാൾക്ക് CPM നേതാക്കളുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളതെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് അഭിമുഖത്തിന് വന്ന ആൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവിടെ ചെല്ലുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മമ്മൂട്ടിയിലേക്കല്ല, ഇത് CPM നേതാക്കളിലേക്ക് നേരിട്ട് ചെന്ന് പതിക്കുന്ന ഒരു മിസൈലാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ അഭിമുഖം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നില്ല. ഈ നേതാക്കന്മാരിലെ ഇത്തരം കാര്യങ്ങൾക്ക് ഈ ദല്ലാൾ പണിക്ക് ഇറങ്ങിയിരിക്കുകയാണെന്ന് പറയാൻ പറ്റും, നമ്മളെ അമ്പരപ്പിക്കും. ഒരു കാലത്ത് CPM നേതാക്കൾ ഇങ്ങനത്തെ പരിപാടിക്ക് പണ്ടെന്ന് പോയിട്ട് നമ്മൾ കേട്ടിട്ട് വരുമില്ല. ഏതെങ്കിലും പ്രവാസി വ്യവസായിക്ക് ഒരിക്കലും വിഷയം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഒരാളിന്ന് കാശ് വാങ്ങിക്കുന്നു പറയുന്നു, അത് ഒത്തുതീർപ്പ് പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി അടുത്ത കുറേ പേര് ഇറങ്ങുന്നു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇത്തരത്തിലുള്ള ഈ വ്യവസായികളും ഇവരുമായിട്ടെല്ലാം ഉള്ള ഇവരുടെ ഒരു നെക്സസ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവരുമായിട്ടെല്ലാം ഇവർക്കൊരു കൂട്ടുകെട്ടുണ്ട്. ഇതിനകത്ത് ഇവരുടെ ഒരു രീതി കുറച്ചുകൂടി നമ്മൾ നേരത്തെ പറഞ്ഞത് അടിപൊളിയാണ്, നമ്മൾ പറഞ്ഞ കറക്റ്റാണത്. അതായത് ഇവർ ഈ സാധാരണക്കാർ, ഇപ്പം നമുക്കറിയാം, ഏതെങ്കിലും പ്രമുഖനെ കൂട്ടുപിടിച്ചാൽ അയാൾക്ക് ജനപിന്തുണ ഏറെ ഉണ്ടെങ്കിൽ ബാക്കി നമ്മൾ ചെയ്യേണ്ട, നമ്മൾ സേഫ് ആയിട്ടൊരു ആയുധം അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം അവർ നോക്കിക്കോളും. ആരും നമുക്ക് ഈ ഒരു കേസ് തന്നെ, കാരണം KK ശൈലജയുടെ അവസാനത്തെ ഈ ഒരു സംഭവം തന്നെ ഒരു പ്രമുഖ നടിയുടെ പേര് വെച്ച മറ്റേ ഒരു വിവാദം അല്ലെങ്കിൽ ഒരു പ്രസംഗത്തെ വളച്ചു പിടിച്ച് ആ രീതിയിലേക്ക് കൊണ്ടുപോയി. ആ ഒരു പ്രമുഖ നടിയുടെ പേര് അവരെയും വലിച്ചു ഇതിനകത്തിട്ടു. അതേ അവസ്ഥയിലേക്ക് ഇപ്പോഴും ആ ഒരു നടന്റെ പേര് നമുക്കറിയാം, നമ്മൾ ഇന്ത്യ അംഗീകരിച്ച ഒരു നടന്റെ പേര് ഇതിനകത്ത് വലിച്ചിട്ട് ഇപ്പൊ ഇനി എനിക്ക് തോന്നുന്നു അവരെ സംബന്ധിച്ച്, പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് പണി കുറഞ്ഞിട്ടുണ്ട്. അവരൊന്നും ചെയ്യണ്ട, അവർ സുഖമായിട്ടൊരു ചൂണ്ടയിട്ട് കൊടുത്തു. ഇനി അവർക്ക് കരയിരുന്നാൽ മതി, ബാക്കിയുള്ളവർ നടത്താൻ മറ്റേ ആരാധകരും മറ്റവരും എല്ലാം കൂടെ ചെയ്തോളും. ആ രീതിയിലാണ് പ്രതിരോധിക്കാൻ ആളുണ്ട് ഇപ്പം. അതാണ് ഉണ്ടെന്ന് മാത്രമല്ല, രസകരമായ കാര്യം ഇതിൽ കോൺഗ്രസ് ആരി ഗണിച്ചെന്ന് വീണുന്നുള്ളിടത്താണ്. ഇപ്പോൾ ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ ഇതിലെ സംഘപരിവാർ അജണ്ടയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. എന്ത് സംഘപരിവാറിന് ഇതുമായിട്ട് എന്ത് ബന്ധം? ഈ വന്ന നമ്മുടെ അദ്ദേഹം അഭിമുഖത്തിന് വന്ന മുഹമ്മദ് ഷർഷാദ് സംഘപരിവാരനല്ല, വേറെ ആരും സംഘപരിവാരല്ല. സംഘപരിവാർ ഇക്കാര്യത്തൊന്നും പറഞ്ഞിട്ടുമില്ല. ഇതെല്ലാം സംഘപരിവാർ അജണ്ടയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഇത് കൃത്യമായ അവരുടെ അജണ്ടയാണ്, സംഘപരിവാറിൻ്റെ ഇത് CPM അജണ്ടയാണ്. മാത്രമല്ല ഇത് നമുക്ക് ഇവിടെ ഔദ്യോഗികമായിട്ടുള്ള BJP നേതാക്കളെല്ലാം തന്നെ മമ്മൂട്ടി സപ്പോർട്ട് ചെയ്ത് അതായത് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ഇപ്പം ഈ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്കറിയാം. മമ്മൂട്ടിക്ക് ഇപ്പം അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയ ഇപ്പം ഒരു പാർട്ടിയിൽ ഉണ്ടെങ്കിൽ പോലും എല്ലാവരുമായിട്ട് നല്ല ബന്ധം.
അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ പ്രധാനമന്ത്രി വന്നപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വിവാദത്തിൽ പെട്ട ഒരാളാണ് അദ്ദേഹം. എല്ലാവരുടെയും എല്ലാ കാര്യത്തിലും ഭാരത സിനിമയിലുള്ള പൊതുപ്രവർത്തനത്തിൽ അവർ മരിച്ചാലും അവരുടെ കല്യാണം നടന്നാലും എന്തിനും അദ്ദേഹം രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാത്തിലും വരും. നേരത്തെ പറഞ്ഞ എന്തുകൊണ്ട് ഈ മനുഷ്യന് നേരെ ഇത്രയും കല്ലേറുകൾ വരുന്നു, അതാണ് നമ്മളെ ഇപ്പൊ സാധാരണ ഒരു സിനിമാ പ്രേമി എന്നുള്ള നിലയിൽ കൂടെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് രാഷ്ട്രീയത്തിനകത്ത് എന്തിനാണ് കൊണ്ടുവരുന്നത്? അദ്ദേഹത്തിന്റെ മേഖലയിൽ അദ്ദേഹം കഴിവ് തെളിയിച്ച് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എന്തുകൊണ്ട് കലർത്തുന്നു, ഈ മതം കലർത്തുന്നു? ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം വാർത്തകൾ നിറയുന്നത് നമ്മളാരും കൊണ്ടുവരുന്നതല്ല, ഇവിടുത്തെ ആളുകളാണ് കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പോലും അദ്ദേഹത്തിന്റെ കൊണ്ടുവന്നത് ഇവിടുത്തെ നമ്മൾ ആരെങ്കിലും ആണ് കൊണ്ടുവന്നത്. ഇവിടെ ആ കൊണ്ടുവരുന്ന ഇപ്പം എപ്പോഴും കൊണ്ടുവരുന്ന സാധാരണക്കാർ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഒരുമാതിരി എയറിലാക്കുന്നതിന് തുല്യമാണ് ഇതൊക്കെ. അദ്ദേഹത്തെ ഇസ്ലാമിസ്റ്റ് ആക്കി ചിത്രീകരിക്കാൻ നടക്കുന്ന ശ്രമത്തിന്റെ പിന്നിൽ പ്രധാന CPM ആണ്, ഒരു സംശയം ഉണ്ടാക്കാത്ത. അവരാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ല സംഘപരിവാർ ആരെങ്കിലും പറഞ്ഞോ മമ്മൂട്ടി മോശക്കാരൻ അല്ലെങ്കിൽ മമ്മൂട്ടി വർഗീയത കാണിച്ചു? പറഞ്ഞിട്ടില്ല. അന്നും ഇതുപോലെയാണ് അവര് സൈബർ ടീം കാണിച്ച അവര് വിജയത്തിലെത്തി. കാരണം അവർ കൃത്യമായിട്ട് കാണിച്ചു മമ്മൂട്ടി ഇപ്പം അങ്ങനെ അവര് ബോഡി മറ്റേ ഇത് ചെയ്തില്ല, ബോംബ് സ്ക്വാഡ് അങ്ങനെ നോക്കിയില്ല, അത് നോക്കിയില്ല. അതുമല്ല ഹിന്ദു അമ്പലത്തിൽ പ്രവേശിച്ചു, ആ രീതിയിലൊക്കെ വലിയ രീതിയിലൊരു പ്രചാരണം 4 സൈഡിൽ നിന്ന് കുഴിത്തരുമ്പോൾ ഇറക്കി വിട്ടിട്ട് അവർ കാര്യങ്ങളൊക്കെ നല്ലോണം നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മളറിയാം ഈ ഒരു വിവാദം അദ്ദേഹം മുഖവിലേക്ക് എടുക്കുന്നതിൽ പോലും ഇതൊക്കെ മാനസികമായി ചിലപ്പോൾ ഒരു പക്ഷേ ബാക്കിയുള്ളവർ അദ്ദേഹത്തിന്റെ ആരാധകരൊക്കെ ഇത് കാണുന്നതാണ്, അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ നല്ല രീതിയിലായ ബാധിക്കും. അല്ല, അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. മമ്മൂട്ടിയുടെ വശം ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ CPM സംഭവിച്ച മൂല്യച്യുതി, ഈ ദല്ലാളുമാരുമായിട്ടുള്ള ബന്ധം, ഇവരിന് സ്വയം ദല്ലാളുമാരായി മാറുന്നു. ഇപ്പോൾ ഇടയ്ക്ക് കൊച്ചിയിലെ ദല്ലാൾ പറഞ്ഞ വിഷയത്തിൽ EP ഒക്കെ ഇടപെട്ട കാര്യത്തിൽ ഇവരെല്ലാവരും ദല്ലാളിൽ ചെന്ന് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ദല്ലാളിൻ്റെ വീട്ടിൽ ഇവരെല്ലാത്തിനും പോകുന്നു, ദല്ലാളിൻ്റെ വീട്ടിൽ ചടങ്ങുകൾക്ക് നേതാക്കന്മാരെല്ലാം അവിടെ പോകുന്നു. ദല്ലാൾ പറയുന്നത് ഞാൻ ഇവരെ വിളിച്ചു ഞങ്ങൾ ഇവരോട് ഒരുമിച്ച് പോയി കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഈ ദല്ലാളെന്ന് പറയുന്ന ആളുകളുമായിട്ട് ഒരു കാലത്തും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ബന്ധപ്പെടാൻ പാടില്ല, ഇത്തരക്കാർ ഈ അധികാരത്തിൻ്റെ ചുറ്റും നിൽക്കുന്നവരൊന്നും ബന്ധപ്പെടാൻ പാടില്ലെന്ന് പണ്ട് പോലെ ഒരു നിർബന്ധ ആയിട്ടുള്ള ഒരു അലിഖിത നിയമമുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക്. അങ്ങനെ കൂട്ടുകൂടരുത്, ചങ്ങാത്തം വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞില്ല EP-യെക്കുറിച്ച്, EP-ക്ക് ചങ്ങാത്തത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇവരുമായിട്ടുള്ള ചങ്ങാത്തങ്ങളുണ്ട്. അപ്പോൾ ഈ വിദേശത്ത് ഇവരൊക്കെ പോകുമ്പോൾ ഇവരെ ആദ്യത്തെ സ്വീകരിക്കുക, ഇവരെ ആദ്യത്തെ നൽകുകയും അല്ലെങ്കിൽ ഇവരെ കൊണ്ടുനടന്ന് കാണിക്കുകയൊക്കെ ചെയ്യുന്ന ആളൊക്കെ ഉണ്ട്. അപ്പോൾ രാജകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളൊക്കെ അവിടുത്തെ പ്രവാസി മലയാളിയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു വിഷയം വരുമ്പോൾ ഇവരെല്ലാവരും കയറി ഇടപെടുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ CPM പോലുള്ള ഒരു വളരെ വ്യക്തമായ അടിത്തറയുള്ള കേരളത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെല്ലാം കൂടി ഇങ്ങനെ ഇതെല്ലാം പണിക്കും ഇത് ഒത്തുതീർക്കാനും ഒക്കെ ഇറങ്ങിയുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇതൊക്കെ വേറെ നിയമപരമായ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ പരിഹരിക്കേണ്ടതിന് പകരം നേതാക്കന്മാരും അവരുടെ മക്കളും കുടുംബം എല്ലാം കൂടി ഇറങ്ങി ഞങ്ങൾ പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ പിന്നിലെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് നമ്മൾ സംശയിക്കേണ്ടി വരും. അതെ, അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മമ്മൂട്ടിക്ക് പല സമയത്തും പല പ്രതികൂലമായിട്ടുള്ള അവസ്ഥകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഇത് ആദ്യ വിവാദം അപ്പോഴൊന്നും ഇല്ലാത്തൊരു ഊർജ്ജം ഇപ്പോഴും വന്നിട്ടുണ്ട്. അത് നേരത്തെ പറയുന്നത് നമ്മൾ എപ്പോഴും പറഞ്ഞല്ലേ, സെലക്റ്റീവ് പ്രതികരണക്കാർ വീണ്ടും രംഗത്തെത്തി. ഇത് ഞാൻ പറയില്ല, അവർ കൃത്യമായിട്ട് അവരൊരു ഏകോപനം നടത്തി, അവർ കൃത്യമായി ഒരു പ്രതിരോധം സൃഷ്ടിച്ചു, ഒരു തുടക്കം ഇട്ടു, ബാക്കി ആരാധകർ ഏറ്റെടുത്തു. അത് വലിയ രീതിയിലുള്ള ചർച്ചകളിൽ വന്നിരിക്കുന്നു. സാധാരണക്കാരനെയും എങ്ങനെ അകറ്റി നിർത്താം, അതായത് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സത്യങ്ങൾ മാത്രം ഇവിടെ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളൊരു അലിഖിത നിയമം കൂടി നമ്മുടെ മേയർ രാജേന്ദ്രൻ ഇങ്ങനെ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് ഇപ്പോൾ ഫേസ്ബുക്കിലെല്ലാം മമ്മൂട്ടിക്കൊപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ ഇങ്ങനെ ചിത്രമായിട്ട് എല്ലാവരും പിന്തുണ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടിക്കെതിരെ നേരത്തെ നടന്ന സൈബർ ആക്രമണങ്ങൾ ഇവരാരും പങ്കെടുത്തിട്ട് ഇവർക്ക് അറിഞ്ഞായിട്ട് പോലും ഭാവിച്ചിട്ടില്ല. മാത്രമല്ല മമ്മൂട്ടിയെ സംബന്ധിച്ച് ഇവരുടെ ഒന്നും ഒരു പിൻബലവും വേണ്ട. എന്തിനാണ് ഇവരൊക്കെ എനിക്കൊന്ന് സാധാരണക്കാർ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് മമ്മൂട്ടിക്ക് പോന്ന് കിട്ടാൻ ഒന്നുമല്ല. കാരണം അദ്ദേഹത്തിന് എന്നെ കൊണ്ടൊരു ആവശ്യമില്ല. അദ്ദേഹം ഓൾറെഡി അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഇപ്പം ഏറ്റവും വലിയൊരു ഇതാണ്, ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന മുഖങ്ങളിൽ ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒപ്പം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയുണ്ട്. നമുക്കറിയാം മറ്റുള്ളവരെ പോലെയല്ല, അദ്ദേഹത്തിന് വ്യത്യസ്തമായ ഒരു നിലപാടുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടുന്ന ആവശ്യമില്ല. ഇവര് ഈ തങ്ങളെ ഇഷ്ടമല്ലാത്തവരെ ഒതുക്കാൻ വേണ്ടി മമ്മൂട്ടി ആയുധമാക്കാനുള്ള ശ്രമമാണ്, മമ്മൂട്ടി കൂട്ടുപിടിച്ചിട്ടുള്ള രീതിയാണ്. മമ്മൂട്ടിക്ക് പക്ഷേ ഇവരാരെയും ആവശ്യമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് CPM-നെ സംബന്ധിച്ച് CPM-ന്റെ പഴയകാല നേതാക്കളുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുക. അവരാരെങ്കിലും ഈ ഇതുപോലത്തെ പണിക്ക് പോയിട്ടുണ്ട്? എവിടെയെങ്കിലും പണക്കാരൻ്റെ വീട്ടിൽ പെണ്ണ് ദിവസം പ്രശ്നം ഉണ്ടായി ഞങ്ങൾ ഒത്തുതീർപ്പാക്കി തരാമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഒത്തുതീർപ്പുണ്ടാക്കാനൊക്കെ പോകുന്ന കഥ നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട്? ഒരിക്കലും ഇല്ല. എത്രയോ സമുന്നതരായ നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ കേരളത്തിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. അവരാരും ഇത്തരം പരിപാടിക്ക് ഒന്നും തന്നെ പോകുമായിരുന്ന ഒരാളായിരുന്നില്ല. മാത്രമല്ല അവരെപ്പോഴും ജീവിതത്തിൽ വളരെ ഒരു പരിശുദ്ധി വേണം എന്ന് നിർബന്ധിച്ചിരുന്നവരുടെ നേതാക്കൾ ഇപ്പോൾ EMS ആണെങ്കിലും AKG ആണെങ്കിലും ആ ഒരു വലിയ തലമുറ CH കാണാരനാണെങ്കിലും എത്രയോ വലിയ നേതാക്കന്മാർ അപ്പുറത്ത് CPI ആണെങ്കിൽ ഇപ്പം MN TV PKB അച്യുതമേനോൻ എത്രയോ മഹാന്മാരുണ്ട്. ഇവരാരുടെയും പേരിൽ അല്ലെങ്കിൽ ഇവരുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ ഇത്ര ആരോപണങ്ങളൊന്നും ഒരിക്കലും വന്നിട്ടില്ല. ഇതുപോലെ ഒത്തുതീർപ്പുണ്ടാക്കാൻ ഇതെല്ലാം പണിക്കൊക്കെ നടക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ അഭിമുഖം തങ്ങൾക്ക് കുരിശാകുമെന്ന് കരുതി ഇവർ നേരെ അവരെ ഈ നേരത്തെ പറഞ്ഞ ഒരു തിങ്ക് ടാങ്ക് വിഭാഗം ഉണ്ടല്ലോ, അവർക്കറിയാം ഒരു സാധനം കാണാൻ ഇതിൽ നിന്ന് ഏതെടുത്ത് തിരിച്ച് വിടണമെന്നുള്ള അറിയാം. അങ്ങനെ അവർ ചെയ്തതാണ്.
മമ്മൂട്ടിയെക്കുറിച്ച് വെറും പാസീവായിട്ട് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു പോകുന്നൊരു കാര്യത്തെ എടുത്തിട്ട് അതിനെ തിരിച്ചു മറിച്ച് ഈ രീതിയിൽ ഇതൊരു വർഗീയ ശോഭ നൽകുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. അതെ, നമ്മൾ നേരത്തെ പറയുന്നത് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ട് നമ്മളൊക്കെ ആരാധകർ ആയതാണ്. അപ്പോൾ നമ്മൾ അത്രയും ആരാധന തന്നെ. അപ്പോൾ അതിന് സാധാരണക്കാരിലേക്ക് ഇങ്ങനൊരു വിഷം വരുമ്പോൾ അവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഈ വാർത്തയുടെ സത്യം ചിലപ്പോൾ അറിയണമെന്നില്ല. നമ്മൾ ആ ഒരു ഫുൾ ഇൻ്റർവ്യൂ കാണുമ്പോഴായിരിക്കും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുന്നത്. ഒരുപക്ഷെ കുറേ പേർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഇത് തേടിപ്പിടിച്ച് ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടവർക്ക് എല്ലാവർക്കും അതിൻ്റെ സത്യാവസ്ഥ ഏകദേശം ചിത്രങ്ങൾ മനസ്സിലായിട്ടുണ്ട്. കാരണം ഈ ഒരു സാഹചര്യം ഇപ്പം LDF ഇപ്പം ഈ ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ഒരു നയവും അവരുടെ ഇതുപോലത്തെ അവിശുദ്ധ കൂട്ടുകെട്ടുകളും നമ്മളെ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞ വാക്കുകളും എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഒരു ഏകദേശം ഒരു ചിത്രം നമുക്ക് കിട്ടും. അതിൽ നിന്ന് അതിനെ കാണാതിരിക്കുക, അതിനെ വഴുതി മാറ്റി അത് അവരുടേതായ രീതിയിലേക്ക് കൊണ്ടുവന്ന് മൊത്തത്തിൽ പൊളിച്ച് ഇപ്പം പറയുന്നില്ല നേരെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ നടത്തുക, അതാണ് ഇവർ ചെയ്യുന്നത്. നമുക്കറിയാം മമ്മൂട്ടിക്ക് BJP-യുമായിട്ടുള്ള ബന്ധമൊന്നും അധികം വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം LK അദ്വാനിയുടെ തന്നെ ആത്മകഥ പോലും ഒരു കലാകാരൻ പൊതുസ്വത്താണ്, ആരുടെ വകയല്ല. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത് ഇപ്പം മമ്മൂട്ടിയെക്കാളും എത്രയോ പ്രഗത്ഭ MT പോലും ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തെ പോലും ഒറ്റപ്പെടുത്തിയ ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായത്. അപ്പം ആ ഒരു കാരണം അതുകൊണ്ട് തന്നെ അവരുടെ സൈബർ ശക്തിയെ കുറിച്ച് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. വിളിക്കാൻ ചീത്ത ബാക്കിയില്ലായിരുന്നല്ലോ അന്ന്. MT പോലെ ഇത്രയും വളരെ നമ്മളെ ലോകം ആദരിക്കുന്ന ഒരു സാഹിത്യകാരൻ്റെ അടുത്ത് പോലും. ഇത് രസകരമായ കാര്യം, ഞാൻ ഇന്നലെ അങ്ങോട്ടാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ എന്തോ നോക്കി പോകുമ്പോൾ കാണുന്നു ഏതോ ഒരാൾ അന്ന് മമ്മൂട്ടി ഇങ്ങനെയൊക്കെ ആയി ചിത്രീകരിക്കുന്നത് പിന്നെ ശരിയല്ലെന്നൊക്കെ പറയുന്ന ഒരാൾ അയാൾ ഒരു വേറൊരു ഉദാഹരണം പറയുകയാണ്. ഈ മോഹൻലാലിനെ അങ്ങനെ വിടാൻ പാടില്ല, ചില സിനിമകൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ എഴുതിയിരിക്കുന്നത് മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിൽ അതിൽ ശോഭന അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്, സ്റ്റുഡിയോയിൽ ജോലിക്കില്ലാണ്. അപ്പോൾ അയാൾ ആ പെൺകുട്ടി മറ്റേ ലിജോമോളുടെ അടുത്ത് ചോദിക്കുന്നു, ലിജോമോൾ എൻ്റെ പഴയ സഹപ്രവർത്തകനാണ് കേട്ടോ. ലിജോമോളടുത്ത് ചോദിക്കുന്നു, നിങ്ങൾ മമ്മൂട്ടി ഫാനാണോ മോഹൻലാൽ ഫാനാണോ? അപ്പോൾ ആ കൊച്ചു മമ്മൂട്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇയാളാണ് ഞാൻ ലാലേട്ടൻ്റെ ഫാനാണ്, എല്ലാ കഥാപാത്രങ്ങളും ഇന്ന് വർമ്മ, മേനോൻ, നായർ, ഓൺലി ഹൈ ക്ലാസ് അങ്ങനെ ഒരു വാക്ക് പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മോഹൻലാലിനെ കളിയാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത തലങ്ങളിലേക്ക് പോലും ഈ ആശാന്മാർ കടന്നില്ല എന്നുള്ളിടത്താണ്. ചിന്തിക്കാത്ത തലമല്ല അത്. എനിക്ക് നമ്മൾ നേരത്തെ പറയുന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ചുകൂടെ നോക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഇതിനകത്ത് തന്നെ ഈ മമ്മൂട്ടി മോഹൻലാൽ ഫൈറ്റ് പണ്ട് തുടങ്ങുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ കൃത്യമായി ഇതിനകത്തൊരു അടി നമുക്ക് അറിയാം. ആ ഒരു വിഭാഗം മമ്മൂട്ടിക്കെതിരെ വരുന്നെങ്കിൽ അതിനകത്ത് വേറെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ടായിരിക്കും അദ്ദേഹത്തെ ആരാധന നടത്തുന്നത് സിനിമയിൽ. പക്ഷേ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും രണ്ടുപേരെയും സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് മമ്മൂട്ടി ഫാൻ മോഹൻലാൽ, കാരണം രണ്ടുപേർക്ക് രണ്ടുപേരായ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ആ കഴിവുകൾ ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ ഞാനാണ് എനിക്ക് മോഹൻലാലിന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല. അതിന് രണ്ടുപേരുടേതായ തനതായ ശൈലിയുണ്ട്. ആ രീതിയിലാണ് കാണേണ്ടത്. പക്ഷെ ഇവിടെ പണ്ട് പോലെ നോക്കിയത് മമ്മൂട്ടി ഇഷ്ടപ്പെടുന്ന ആൾ മോഹൻലാലിന് ഇഷ്ടപ്പെടാൻ പാടില്ല, മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന ആൾ മമ്മൂട്ടി ഇഷ്ടപ്പെടാൻ പാടില്ല. ഈ രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ രീതിയിലാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ആ കാലത്ത് നിന്നാണ് ഇപ്പം നമ്മളിവിടെ ഇപ്പോൾ ഒരു മമ്മൂട്ടി സിനിമയ്ക്കായാലും മോഹൻലാൽ സിനിമയ്ക്ക് നല്ല സിനിമയാണെങ്കിൽ അത് 100 കോടി ക്ലബ്ബിൽ കയറിക്കാം. അപ്പം ഒന്നും വേണ്ട, കൊച്ചു പയ്യന്മാരെ പടം മതിയല്ലോ. 100 കോടി ക്ലബ്ബൊക്കെ പെട്ടെന്നല്ലേ പോകുന്നത്, അവരെക്കാളും വേഗത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഈ ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെ വീണ്ടും പഴയ രീതിയിലേക്ക് വർഗീയതയിലേക്ക് കുടക്കയിൽ കൊണ്ടുവന്നിട്ട് ആ ഒരു ടാഗ് ലൈനോടെ കൊണ്ടുവന്നിട്ട് അത് ഇത്രത്തോളം ചർച്ച ചെയ്ത് എനിക്ക് തോന്നുന്നു കൂടിപ്പോയി ഒരു ദിവസം കൂടെ ഈ ഒരു ചർച്ച അങ്ങ് മാറും. അതെ, ഏതാണ്ട് 3 പതിറ്റാണ്ടോളം മലയാള സിനിമയെ ശരിക്കും പറഞ്ഞാൽ അടക്കി ഭരിച്ച, അല്ലെങ്കിൽ ഭരിച്ചെന്ന് പറയുന്നത് നയിച്ച ഒരാളായിരുന്നു പ്രൈം മിനിസ്റ്റർ. അദ്ദേഹത്തെ പോലെ എന്തൊരു മതേതരവാദി, മമ്മൂട്ടി പോലെ അദ്ദേഹം തികഞ്ഞ മതേതരവാദിയായ മനുഷ്യൻ. എന്തിന് ശാർക്കൻ അമ്പലത്തിൽ അദ്ദേഹം ആനയെ നടക്കിരുത്തി. ഒരുപക്ഷെ ഇന്നായിരുന്നെങ്കിലോ നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരെ പ്രതികൂലിക്കുന്നവരൊക്കെ എന്തൊക്കെ പ്രശ്നം ഇക്കണക്കിന് സോഷ്യൽ മീഡിയയിലെ എന്തൊക്കെ ബഹളം ഉണ്ടാക്കുമായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. കലാകാരന്മാർക്ക് ആർക്കും ആ ചിന്തയൊന്നും ഇല്ലെന്നേ. അത് നമുക്കറിയാം. മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ഒക്കെ അവർ കലാകാരന്മാരാണ്. അങ്ങനെ പിന്നെ അവരുടെ സമുദായത്തിൽപ്പെട്ടവരെ മാത്രം നിർമ്മിക്കുന്ന അല്ലെങ്കിൽ തിരക്കഥ എഴുതുന്ന സംവിധാനം പടത്തിൽ അഭിനയിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയൊന്നുമല്ല. എല്ലാവരും ഇതൊരു സിനിമ എന്ന് പറയുന്നത് ഒരു എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഒരുമിച്ച് നിന്ന് കുറേ പേര് ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാകുന്നത്. അതിനൊക്കെ ഈ രീതിയിൽ കാണാൻ ഇത് അവർക്ക് ഇത് ചെയ്യുന്ന ആൾക്ക് നന്നായിട്ട് അറിയാം. ഇത് നമ്മൾ ഗീബൽസിൻ്റെ തന്ത്രമൊന്നും പറയാൻ പറ്റില്ല. കാരണം ഗീബൽസിൻ്റെയും അപ്പുറത്ത കക്ഷികളാണ് ഇപ്പോൾ ഉള്ളത്. ഗീബൽസിൻ്റെ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളില്ലായിരുന്നു, സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു. ഗീബൽസ് ബാക്കി കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് ദുഷ്പ്രചരണം നടത്തി വൃത്തികൾ കാണിച്ചതാണ്. പക്ഷേ ഇന്നതല്ല, ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്. അത് ഇവർക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എവിടെ പ്രയോഗിക്കണം എന്നുള്ളത്. നമ്മുടെയൊക്കെ പിന്നെ പേരിൽ ഒരുപാട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരുപാട് ആരോപണം ഉണ്ടാക്കി കേസ് കൊടുക്കാൻ പോയവരൊക്കെ തന്നെ ചെയ്ത് കിട്ടിയ സാധനങ്ങളെ വളച്ചൊടിക്കുക എന്നുള്ളതാണ്. വളച്ചൊടിച്ചാൽ വേറൊരു ആംഗിൾ കണ്ടുപിടിക്കുക. ഒരു കള്ളം ഒരു 100 തവണ അങ്ങ് പറയുക. അപ്പം ഒരു കള്ളം 100 തവണ പറഞ്ഞാൽ അത് സത്യമായിക്കോളും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ അവസാനം യഥാർത്ഥ സത്യം പുറത്തു വരുമ്പോഴേ പിന്നെ ആരും അറിയില്ല. പാവപ്പെട്ട ഉമ്മൻചാണ്ടിയെ എന്തുമാത്രം ഇവരെല്ലാവരും കൂടെ സോളാർ കേസിൻ്റെ ഒരു അപമാനിച്ച് ഇത്രയും ഒരു സ്വാത്വികനായ ഒരു മനുഷ്യനെ. പക്ഷേ എന്തായാലും അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹത്തിന്
അദ്ദേഹത്തിന് മരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യം ആ മനുഷ്യൻ്റെ നന്മയാണ് അത് കാണിക്കുന്നത്. എന്തുമാത്രം അവഹേളിച്ചു. ഇത് വലിയ സത്യം ഉണ്ടായിട്ടാണോ? അത്ര മോശമായ രീതിയിൽ ഉമ്മൻചാണ്ടിയെ പോലെ കേരളം ആദരിക്കുന്ന, എല്ലാവരും സ്നേഹത്തോടെ കാണുന്ന, എല്ലാവരും സ്വന്തം വീട്ടിലെ കുടുംബാംഗത്തെ പോലെ സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യനെ, ആ മനുഷ്യനെ കേരളം എങ്ങനെ സ്നേഹിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾ, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അങ്ങോട്ട് നാട്ടിലേക്ക് പുതുപ്പള്ളിയിൽ കൊണ്ടുപോയപ്പം ജനങ്ങൾ വന്ന് ആ ആദരർപ്പിക്കാൻ വന്നതാണോ നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ഈ തട്ടിപ്പ് പരിപാടികളൊക്കെ യേശുവില്ല. അത് ജനങ്ങളതിന് മറുപടി പറയും, ഈ സമൂഹം അതിന് മറുപടി പറയും. അത് ഇവരെ ചിന്തിക്കണം. അത് ഇവിടെ ഏറ്റവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സെൻസിറ്റീവായ ഒരു വിഷയമാണ് ഇവർ കൈയുള്ളത്. അവർക്കറിയാം കൃത്യമായിട്ട് ഏത് തൊട്ട ആൾക്കാർക്ക് പൊള്ളും, അല്ലെങ്കിൽ എല്ലാവരെയും ഇളക്കി മറിക്കാൻ പറ്റും. അതിലൊന്നാണ് മതം. അതുകൊണ്ടാണ് അവർ ആ മതത്തെ കൂട്ടുപിടിച്ചത്. നമുക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് സുരേഷ് ഗോപിക്ക് അർഹിച്ച പരിഗണന കിട്ടാത്തത് ഒരു പക്ഷേ ആ ഒരു പേരിലാക്കി മതപരമായിട്ട് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ പേര് വെച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്രസ്സിങ് ശൈലി വെച്ചിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം ചേർന്ന പാർട്ടി വെച്ചിട്ട്, അതൊക്കെ വെച്ചാണ് അദ്ദേഹത്തെ ഇളക്കുന്നത്. എന്തിന്? ശോഭനയെ നോക്കൂ. ശോഭനയുടെ ഒരു ഒരു പാർട്ടിയുടെ ഇതിന് വന്നെന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ ഇവിടെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിന് വന്നപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യില്ല. പക്ഷേ ഇവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു ഇതിന് വന്നപ്പോഴൊക്കെയാണ് ഭയങ്കര വിഷയം. അങ്ങനെ അവരെ സംഖ്യയാക്കി ഇതാക്കി കളയും. ആ രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നത്. മമ്മൂട്ടി അതുപോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ ഒരു വിഷയത്തിനകത്ത് ആ ഒരു വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ആ ഒരു എനിക്കൊന്ന് 1 മണിക്കൂർ 2 മണിക്കൂറുള്ള ഇന്റർവ്യൂവിനകത്തുള്ള അതിനകത്ത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഉള്ള സാധനം കൊണ്ടാണ് അവർ ഇത്രയും ഉണ്ടാക്കി. അതും ഇദ്ദേഹത്തിന്റെ വാക്കുകളല്ല, ഒന്നും പറയുന്നില്ല, എവര് വാക്കുകളാണ്. അദ്ദേഹം പറയുന്ന നമുക്ക് അഭിമുഖം തന്ന മനുഷ്യൻ നൽകുന്ന വാക്കുകൾ മുഴുവൻ ഇവർ വളച്ചൊടിച്ച് വേറെ വഴിക്ക് കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, നമ്മൾ കേരളത്തിനകത്ത് ഒരുപാട് സംഭവങ്ങളിൽ പലരും പറഞ്ഞതിനെ അവർ വളച്ചൊടിച്ച് ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടില്ല, ഈ UDF ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ നടന്ന ഏതെങ്കിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇഷ്യൂസാണ് അടുത്ത തെരഞ്ഞെടുപ്പിന് CPM പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. അത് വളരെ ഫലപ്രദമായി. 87 ഇലക്ഷന് തങ്കമണി സംഭവം ഉപയോഗിച്ച്, 96 സൂര്യനെല്ലി ഉപയോഗിച്ച്, ഓരോ ഇലക്ഷനും. അപ്പോൾ ആ തങ്കമണിയിലെ ജനങ്ങളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. അവരെ മുഴുവൻ അപമാനിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് ഇവർ ഭരണത്തിൽ വന്നത്, ആ നാട്ടിൽ സ്ത്രീകളെ മുഴുവൻ. പക്ഷേ അത് അവർക്ക് അറിയാം, അവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഈ പ്രോപ്പറായിട്ട് എങ്ങനെയാണെന്ന് നന്നായിട്ട് അറിയാം. കോൺഗ്രസ്സുകാർക്ക് എത്ര ബുദ്ധിയുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. ചെന്ന് കഴുത്തു കൊടുത്തില്ലേ ഇപ്പോൾ ഇതിൽ? ഇത് സംഘപരിവാർ അജണ്ടയാണെന്ന് കോൺഗ്രസ് നേതാക്കന്മാരും മുദ്രാവാക്യം വിളിക്കുകയാണ് ഈ CPM-നോട് ചേർന്ന് നിന്നുകൊണ്ട്. അപ്പോൾ ഇത് വളരെ മോശമായൊരു പ്രവണതയാണ്. നമ്മുടെ നാട്ടിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിൽ CPM അത് ചെയ്യുന്നത് ശരിയായ നടപടിയല്ല. സ്വന്തം നേതാക്കന്മാർക്ക് നേർക്ക് വരുന്ന ഈ അമ്പുകളൊക്കെ തന്നെ മാറ്റിവിടാൻ വേണ്ടി വേറെ സുരക്ഷിതവും അതേസമയം സമൂഹത്തിന് അപകടകരമായ രീതിയിൽ മാറുന്ന ഒരു സംഭവത്തിലേക്ക് വരുന്നത്. അല്ല, ഇത് ആലോചിച്ച് നോക്കുന്നത് എത്രത്തോളം സെൻസിറ്റീവ്. കാരണം ഇത് സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു വിഷയമായിട്ട് മാറി. അത് അങ്ങനെയാണ് ഇവരുടെ ഈ ഒരു രീതി. കാരണം ഇവർ പണ്ടത്തേക്കാൾ എത്ര അധപ്പതിച്ചു പോയെന്ന് സത്യം പറയാൻ ചിന്തിക്കാറില്ല. കാരണം മതമായാലും സ്ത്രീ വച്ചാലും ഇവരൊക്കെ ഇതൊക്കെ വെച്ചാണ് ഇപ്പൊ നേരിടുന്നത്. ആശയങ്ങൾ നേരിടും. കാരണം ഒരു കാലത്ത് ആശയങ്ങൾ വെച്ച് നേരിട്ടിരുന്ന ഒരു പാർട്ടി കാര്യകാരണ അനുസരിച്ച് ആ രീതിയിലൊക്കെ പ്രതികരിച്ചിരുന്ന ഒരു പാർട്ടി, അവരെ നേരിട്ടിരുന്ന എതിരാളികളെ, രാഷ്ട്രീയ എതിരാളികളെ എതിരിട്ടിരുന്ന പാർട്ടി ഇന്ന് പെണ്ണിന്റെയും മതത്തിന്റെയും പേരിൽ തർക്കിച്ച് ആളുകളെ കൂട്ടാൻ നോക്കുന്നത് എത്രത്തോളം ലജ്ജാകരമായിട്ടുള്ള കാര്യം എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഒരു മഹാനടന്റെ പേര് ഇതിനകത്ത് വലിച്ചിട്ട് നമ്മൾ എന്താണോ പറയുന്നത് അതിനെ ഉൾട്ടയാക്കി വേറൊരു സംഭവം കൊണ്ട്. കാരണം ഇതിനിടയിൽ ആ സത്യത്തെ കുറിച്ച് ആരും ആലോചിക്കുന്നില്ല. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അത് ഇവിടെ ഒരു വാർത്താ മാധ്യമങ്ങൾ പോലും അത് ചർച്ചയാക്കുന്നില്ല, അത് അന്വേഷിച്ച് പോകുന്നില്ല. ഇവരൊക്കെ രസകരമായ കാര്യം, നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ ഇവരുടെ പ്രതികരണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് കുറേ സംസ്കാര നായരായത് അല്ലെങ്കിൽ സിനിമാക്കാരുടെ രാഷ്ട്രീയക്കാരൊക്കെ വരുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർക്ക് നിരത്തി എല്ലാവരും പറയുന്നുണ്ട് മമ്മൂട്ടി മഹാനാണ്, മമ്മൂട്ടി അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതൊന്നും ഇത് കാണാൻ പറ്റുന്നേക്കുമ്പോൾ കയറെടുക്കുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതെന്താണ് സംഭവം? ഈ അഭിമുഖം കണ്ടവർക്ക് മനസ്സിലാവും. വളരെ ദൈർഘ്യമുള്ള അഭിമുഖമാണ്. പക്ഷേ അദ്ദേഹത്തിന് ആ ദൈർഘ്യം വേണം. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പറയാണ്. അതിൻ്റെ ജീവിതത്തിലുണ്ടായ ആ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ ഷർഷാദിൻ്റെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങൾ അദ്ദേഹം പറയാണ്. ഇന്റർവ്യൂവിന് ആദ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിനകത്ത് ആദ്യം തന്നെ പറയുന്നുണ്ട്, ഈ വ്യക്തി നമ്മളെ തേടി വന്നത്, നമ്മൾ ഒരിക്കലും അദ്ദേഹം പോയതല്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, അല്ലാണ്ട് നമ്മളായിട്ട് ഇങ്ങനെ പ്രസ്താവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യം, ആ ഇന്റർവ്യൂ മൊത്തമായിട്ട് കാണുക. സാധാരണക്കാർ ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. ആ ഇന്റർവ്യൂ മൊത്തമായിട്ട് കാണുക, എന്നിട്ട് ആത്മപരിശോധന നടത്തുക. എന്താണ് വ്യക്തമായത് അതനുസരിച്ച് ഓരോരുത്തരും ഉചിതമായൊരു അവരുടെ യുക്തിക്കനുസരിച്ച് സ്വയം കരുതുക. അതാണ് ഇവിടെ വേണ്ടത്. ഈ സീയിങ് ഈസ് ബിലീവിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു വിശ്വസിക്കണം. പക്ഷേ ഇവരെ പരിപാടി നിങ്ങളുടെ കാണേണ്ട കാര്യം വളരെ ആധികാരികമായിട്ട് വളരെ അങ്ങ് പറയും ഇത് ഇങ്ങനെയാണെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ നമ്മളെന്താണ് നമ്മൾ നേതാവ് നിലയിലോ മറ്റോ വിശ്വസിക്കുന്ന ആൾ പറയുമ്പോൾ ആൾ പറയുന്നത് ശരിയാണെന്ന് പറയും. ഈ ചില തീവ്രവാദ സംഘടനയിൽപ്പെട്ട മത തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആൾ നമ്മൾ ചർച്ചയ്ക്ക് വിളിച്ചാലേ അവരാ പേരെന്ന് ഞാൻ പറയുന്നില്ല, ചിലർ സംസാരിക്കുന്നത് കേട്ടാൽ നമുക്കൊന്ന് ഇയാൾ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് തോന്നും. ശരിയാണോ തോന്നിപ്പോവും. അങ്ങനെ സംസാരിക്കുന്ന ചില ആൾ കേരളത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ വേറൊരു പതിപ്പാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്.
ഒരാൾ ഒരു ബന്ധമില്ലാത്ത ഇത് കാര്യം പറയുമ്പോൾ അതിനെ വളച്ചൊടിച്ച് ഈ രീതിയിലോട്ട് ഇങ്ങനെ മാറ്റി വർഗീയത ഇളക്കി വിട്ട് രാഷ്ട്രീയ മുതൽ പ്രവർത്തന ശ്രമം തന്നെയാണ് ഇത്. ഒപ്പം സ്വന്തം നേതാക്കന്മാരെ രക്ഷിക്കുക. സകലമാന നേതാക്കന്മാരെ പേര് ഈ പറയുന്നുണ്ട്, പ്രധാനപ്പെട്ട കേരളത്തിലെ യുവ നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാരെ, അവർ കുടുംബാംഗങ്ങളൊക്കെ കാര്യം പറയുന്നുണ്ട്. പേര് വന്നത് അധികം പറയാത്ത മമ്മൂട്ടിയെ പേര് പറയാത്ത അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചു പോയി എന്നുള്ള ഒറ്റ പ്രശ്നമുണ്ട്. അവർ അദ്ദേഹം സഹായിച്ചു എന്നാണ് പറയുന്നത്. ഈ കഥ ഈ സ്ത്രീക്ക് താല്പര്യം, ഈ സിനിമ സംവിധാനം ചെയ്യാൻ താല്പര്യം വന്നപ്പോൾ അദ്ദേഹം ഒരു കാര്യങ്ങളൊക്കെ നോക്കി അവരെ വളരെ സഹായിക്കും. കോവിഡ് കാലത്ത് പിന്നെ ഈ ചിത്രീകരണം മുടങ്ങിയപ്പോൾ അദ്ദേഹം വേറെ വീണ്ടും സമയം കൊടുത്തൊക്കെ ചെയ്തു. അദ്ദേഹം ഒരുപാട് സഹായം നിലയെടുത്ത് പോസിറ്റീവായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയെക്കുറിച്ച് ഷർഷാദ് ഈ അവത്തിലുടനെല്ലാം പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ നാട്ടിലെ ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു പാർട്ടിയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഈ പ്രസ്ഥാനത്തെ കേരളത്തിൽ വളർത്തിയെടുത്ത ഒരുപാട് മഹാന്മാരായ സൈദ്ധാന്തികന്മാരായ അല്ലെങ്കിൽ പല പ്രായോഗിക തലത്തിൽ പ്രവർത്തിക്കുന്ന എത്രയോ നേതാക്കന്മാരുണ്ട്. അവരാരും ചെയ്യാത്ത ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എന്തായാലും അത് നല്ലതല്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇത് നമ്മുടെ കേരളത്തിന് ഇത് ഒട്ടും ഭൂഷണമല്ല. കേരളം 100% സാക്ഷരത നേടിയ അങ്ങേയറ്റം രാഷ്ട്രീയ പ്രവൃത്തിയുള്ള ഒരു സംസ്ഥാനമാണ്. യാഥാർത്ഥ്യം ജനം എന്നായാലും അവർ കണ്ടെത്തുക തന്നെ ചെയ്യും. അതിൽ അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം.